وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന്റെ ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് രക്ഷപ്പെടുന്ന, സ്വർഗം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ തങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ച് ഒരുപാട് ഇബാദത്തുകൾ നിർവഹിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു ഇബാദത്ത് അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുള്ളതാകുന്നത് അള്ളാഹു റസൂലിലൂടെ നമുക്ക് പറഞ്ഞു തരണം, ചെയ്തു കാണിച്ചു തരണം, അംഗീകരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് അള്ളാന്റെ റസൂൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇബാദത്താണ്, ആരാധനയാണ്. എന്നാൽ നമുക്ക് തോന്നുകയാണ് നല്ലതല്ലേ, അതൊന്നുകൂടി ചെയ്താൽ നമുക്ക് ഭക്തി കിട്ടും, നമ്മുടെ ഈമാൻ വർദ്ധിക്കും എന്നൊക്കെ നമുക്ക് തോന്നിയിട്ട് ഒരു ഇബാദത്ത് അല്ലെ ഒരു സുന്നത്ത് ദീനിലുണ്ടാക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ അടുക്കലെത്തുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുമ്പോൾ, ആ തൂക്കി നോക്കുന്ന സന്ദർഭത്തിൽ അതിന് തൂക്കം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഫലാ നുഖീമ ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ആ ഖിയാമത്ത് നാളിൽ അവരുടെ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുമ്പോൾ അതിനൊരു തൂക്കം ലഭിക്കുന്നില്ല. എന്നാൽ ഇവരാണെങ്കിലോ ദുനിയാവിൽ വെച്ച് ഒരുപാട് ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ നിർവഹിച്ച ആളുകളാണ് തന്നെ. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ. പ്രവർത്തനങ്ങളെ കൊണ്ട് നഷ്ടം സംഭവിച്ച ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അള്ളാന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ. പ്രവർത്തനങ്ങളെ കൊണ്ട് നഷ്ടം സംഭവിച്ച ആളുകളെ നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അവർ ദുനിയാവിലെ ജീവിതത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വഴിതെറ്റിപ്പോയി. വഹും യഹ്സബൂന. അവർ വിചാരിച്ചു, അന്നഹും യുഹ്സിനൂന സുനാ. അവർ ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രവർത്തനമാണെന്ന് അവർ വിചാരിച്ചു. അപ്പൊ ആ നല്ല പ്രവർത്തനം ചെയ്തു വന്ന ആളുകളാണ്. പക്ഷെ അവർ വിചാരിച്ചതാണ് നല്ലതാണ്. പക്ഷെ അള്ളാന്റെ റസൂല് അള്ളയോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊരു തൂക്കവും അവിടെ ലഭിക്കുകയില്ല. തൂക്കം ലഭിക്കില്ല മാത്രമല്ല, അത് ബിദ്അത്താണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കണം.
അങ്ങനെയുള്ള ഒന്നാണ് ഇപ്പോ ബറാത്ത്. ശഅബാൻ 15 നാളെ ബറാത്ത് നോമ്പ് നോൽക്കൽ. എന്താണ് ആ ബറാത്ത്? നമ്മൾ പറഞ്ഞതാണ്, നമുക്കറിയാം. ഖുർആൻ അവതരിച്ച ഒരു ലൈലത്തുൽ മുബാറക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്തിന്, ആ ആയത്തിന് ശഅബാൻ 15 ദിവസമാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. സൂറത്തു ദുഹാനിലെ 1, 2, 3 ആയത്തുകളാണ്. ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? വൽ കിതാബിൽ മുബീൻ, വ്യക്തമായ വേദഗ്രന്ഥം, ഗ്രന്ഥം. ഇന്നാ അൻസൽനാഹു, നാമാണ് അത് ഇറക്കിയത്. ഫീ ലൈലത്തിൻ മുബാറക, ഒരു മുബാറക്കായ രാത്രിയിൽ. അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ഒരു പരിശുദ്ധമാക്കപ്പെട്ട രാവിലാണ് എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ പിന്നെ ആ രാവ് ശഅബാൻ 15 ആണോ നമുക്ക് കിട്ടേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു തരണം? നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ ആ രാവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണം വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഏതാണ് ആ ലൈലത്തുൽ മുബാറക് എന്ന് പറയുന്നത്? അത് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു ദിവസമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മലക്കുകളും ജിബ്രീലും ഒക്കെ ഇറങ്ങുന്ന ദിവസമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അന്ന് സുബഹി വരെ ആ സമാധാനം കിട്ടുന്ന, പെയ്തിറങ്ങുന്ന രാവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൃത്യമായി പറഞ്ഞു. അതായത് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അത് കൃത്യമായി തഫ്സീർ ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട്. ഇന്നഹു അൻസല ഫീ ലൈലത്തിൻ മുബാറക. ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിയ ലൈലത്തുൽ ഖദ്ർ വകാന ദാലിക ഫീ ശഹ്ർ റമളാൻ. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്നാണ്, ലൈലത്തുൽ ഖദ്ർ റമളാൻ മാസത്തിലാണ്. അപ്പൊ പിന്നെ വളരെ കൃത്യമാണ്. എന്ത് റമളാനിൽ നമ്മൾ എന്തിനാ നോമ്പ് നോക്കുന്നത്? റമളാനിൽ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, റമളാനിൽ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ശഹ്റു റമളാൻ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു സംഗതി, വളരെ വ്യക്തമാക്കി തന്ന ഒരു സംഗതിയാണ് ഇന്ന് പലരും വ്യാഖ്യാനം ചെയ്തുകൊണ്ട്. ശഅബാൻ 15-നാണ് ആ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം. അതുകൊണ്ട് ആ ലൈലത്തുൽ മുബാറകയിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഖുർആൻ ഇറങ്ങിയ ദിവസമായതുകൊണ്ട് അതിനെ സന്തോഷിക്കുക എന്ന അർത്ഥത്തിൽ നോമ്പ് നോക്കുക, ബറാഅത്ത് നോമ്പ് നോക്കുക എന്ന് പറഞ്ഞ് നോമ്പ് നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സഹോദരങ്ങളെ, നോമ്പ് ശഅബാൻ മാസത്തിൽ നോക്കണം. ശഅബാൻ മാസത്തിൽ നോമ്പ് നമ്മൾ നോക്കണം. പക്ഷെ അത് നമ്മൾ അല്ലാഹുവും റസൂലും പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണെങ്കിലോ നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലോ അത് ബിദ്അത്തായി എന്ന് മാത്രമല്ല, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ യുറദ്ദു ഫഹുവ റദ്ദു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് അത് റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാണ്. അപ്പം ആ ഒരു സംഗതി മനസ്സിലാക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്കത് അതിന്റെ യാഥാർത്ഥ്യം അറിയാം. ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ മാസത്തിൽ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒന്ന് കിട്ടിയാൽ നോമ്പ് നോൽക്കുന്നത്? അത് ഈ റമളാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയാണ്.
അപ്പൊ റമദാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ ഇല്ലാത്ത നോമ്പ് നോക്കല്ല വേണ്ടത്, ഉള്ള നോമ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശഅബാൻ എന്ന് പറയുമ്പോ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഗഫലത്തിലായ ഒരു മാസമാണ്. പ്രവാചകൻ തന്നെ അത് പറഞ്ഞതാണ്. റമദാനിന് മുമ്പുള്ള ശഅബാൻ ആളുകൾ റമദാൻ ആകല്ലേ ഏതാനും വിവാദത്തും കാര്യങ്ങൾക്കൊക്കെ കൂടണം. അതുകൊണ്ട് റമദാന്റെ മുമ്പ് തന്നെ എല്ലാം എന്ത് ചെയ്യാം, അത് ഇതൊക്കെ ചെയ്തു തീർക്കാം, ഏത് ചെയ്തു തീർക്കാം, ദുനിയാവിന്റെ കാര്യം ചെയ്തു തീർക്കാം എന്ന് വിചാരിച്ച് ആളുകൾ ഓടുന്ന മാസം. അതുകൊണ്ട് ആ മാസത്തില് അള്ളാന്റെ റസൂൽ തന്നെ, അള്ളാന്റെ റസൂല് ഇഷ്ടം പോലെ നോമ്പ് നോക്കുക. അപ്പൊ മാസത്തിലെ 3 നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിയാമിൻ സലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ചും 2 റക്അത്ത് വറകഅത്തി അൽദുഹ, ളുഹയിലെ 2 നമസ്കാരത്തെ സംബന്ധിച്ചും അൻ ഉതിറ ഖബല അൻ അർഖദ, കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള ഒരു വിത്തറാക്കിയുള്ള നമസ്കാരത്തെ സംബന്ധിച്ചും പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിച്ചാലുമെന്ന് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു ചോദിച്ചപ്പോ, എന്റെ കൂട്ടുകാരനോട് ഞാൻ ഉപദേശം ചോദിച്ചപ്പോ എനിക്ക് ഈ 3 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഇത് 3 നിർവഹിക്കാം. ഏതൊക്കെ? മാസത്തിലെ 3 നോമ്പ്, പിന്നെ ദുഹാ നമസ്കാരം, അതുപോലെ കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള വിത്തർ. ഇത് നിർവഹിച്ചു കഴിയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടാൻ പോകുന്നത്? 3 ദിവസത്തെ നോമ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൗമു സലാസത്തി അയ്യാമിൻ സൗമു ദഹരി കുല്ലിഹിന. മാഷാ അല്ലാഹ്. മാസത്തിലെ 3 നോമ്പ് നമ്മൾ നോറ്റിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകനിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നത്. ബുഖാരിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. സൗമു സലാസത്തി അയ്യാമിൻ സൗമു ദഹരി കുല്ലിഹി. 3 ദിവസത്തെ നോമ്പെങ്ങാനും നമ്മൾ നോറ്റ് കഴിഞ്ഞാൽ 1 വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ തുല്യമാണ്. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൗമു ശഹരി സ്വബ്രി വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹർ യുദ്ഹിബന വഹറ സ്വദ്രി. മാഷാ അല്ലാഹ്. പ്രവാചകൻ പറയാ, ക്ഷമയുടെ മാസത്തില് റമദാൻ മാസത്തിലും എല്ലാ മാസത്തെ 3 ദിവസത്തിലും നോമ്പ് നോറ്റി കഴിഞ്ഞാൽ നെഞ്ചിനകത്തുള്ള പകയെ പടച്ച തമ്പുരാൻ ഇല്ലാതാക്കി കളയും. പണ്ടത്തെ പ്രശ്നം എന്താ? ഓരോ മനുഷ്യരും എന്തൊക്കെയാണ് ഹൃദയത്തിൽ പേറി നടക്കണത്. മറന്നുൽ കൽബ്, ഹൃദയത്തിന്റെ രോഗം, എന്തൊക്കെ രോഗമാണ്. ആ രോഗത്തിന്റെ ഫലമായി ഭൗതിക തലത്തിലും നമുക്ക് ഒരുപാട് രോഗം ഉണ്ടാകണം. അപ്പൊ ഈ രോഗങ്ങളെയൊക്കെ ഇല്ലാതാക്കി കളയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുന്ന ഏറ്റവും നല്ല സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. അതാ നമ്മൾ നിർവഹിക്കേണ്ടത്. അതിന് ചിലപ്പോ ഇത് ഏത് ദിവസവും ആവാന്നുണ്ടെങ്കിലും ഏറ്റവും അഫ്ളലായത് 13, 14, 15 അത് പ്രവാചകൻ പറഞ്ഞു. ഇബ്നു മിൽഹാൻ അൽ-ഖൈസി റഹിമഹുല്ലാഹ് അൻ അബീഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅമുറുനാ അൻ നസൂമൽ ബീറ 13 و14 و15. ഞങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാറുണ്ടായിരുന്നു 13-നും 14-നും 15-നും നോമ്പ് നോൽക്കാൻ വേണ്ടി. അപ്പോ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, മാസത്തിലെ 3 നോമ്പ് അനുഷ്ഠിക്കുക എന്നത് സുന്നത്താണ്. എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയ്യാമുൽ ബീദിൽ അഥവാ 13-നും 14-നും 15 ദിവസങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരാൾക്ക് യാത്ര അല്ലെങ്കിൽ രോഗമൊക്കെ ആയി, പ്രയാസങ്ങളായി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായി, അങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റു ദിവസങ്ങളിൽ ഇത് നോറ്റുവിട്ടുന്നതും നല്ലതാണ്. അപ്പൊ ഒരു മാസത്തിൽ നമുക്ക് കഴിയുന്ന ഒരു ദിവസം 3 നോമ്പ് നോക്കാൻ. ഏതിന് പുറമെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ നോമ്പ് നോക്കണം. അതിന് പുറമെ ഒരു മാസത്തിൽ പ്രിയപ്പെട്ടവരെ 3 നോമ്പ് നോക്കാൻ എന്താ മെച്ചം? നമുക്ക് തന്നെ മെച്ചം.
നമ്മുടെ ശരീരത്തിനാണ് മെച്ചം. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നമ്മൾ ഈ ഒരു മാസത്തിന്റെ പോലീഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ചെയ്താൽ ഒന്നാമത് ഇവിടെ അതിന് പ്രതിഫലമില്ല, അത് വിദഅത്തായി അല്ലാഹു ചെയ്യും. എന്നാ പ്രിയപ്പെട്ടവർ, എന്തൊക്കെ ഉണ്ട് ശഅബാൻ മാസത്തിൽ. പക്ഷെ വേറെ പ്രശ്നം എന്തായിട്ടുണ്ടോ, നമ്മൾക്ക് ഇല്ലാത്ത വിദഅത്തൊക്കെ നമ്മളായിട്ട് ഒഴിവാക്കി. എന്നാ സുന്നത്തോ നമ്മളത് എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം. നമ്മളിപ്പോ സ്വലാത്ത്, പ്രവാചകന്റെ മേൽ സ്വലാത്ത് എല്ലണം, പ്രവാചകന്റെ പേര് കേട്ട സ്വലാത്ത് എല്ലണം നമ്മൾ. എന്നാൽ അത് ഒച്ചത്തിൽ ചെല്ലുന്ന ആളുകൾ അത് ചെല്ലിയിട്ട് എന്ത് ചെയ്യണം, അത് ഒന്നായിട്ട് വലിയ പരിപാടിയൊക്കെ. എന്നാൽ അത് ചെല്ലേണ്ട ആളുകളോ മറന്നുപോയി. ഈ ശഅബാൻ മാസത്തിൽ നോമ്പ് നോക്കണം. എന്നാൽ നമ്മളെ ഓരോരുത്തരും ആലോചിക്കും, ഇത് എത്ര നോറ്റ്, ഒറ്റ നോക്കിയിട്ടുണ്ട്. മറ്റേ ആളുകൾ ഇല്ലാത്തതൊക്കെ നോൽപ്പിച്ച് ബറാത്തായിട്ടും ശഅബാൻ പിന്നെ മിറാജായിട്ടും നമുക്കൊരു നോമ്പുമില്ല. നോമ്പില്ലാഞ്ഞിട്ടല്ല, നോമ്പ് എടുക്കാനിട്ടാണ്. ഉള്ള സുന്നത്ത് നമ്മൾ എടുക്കില്ല. ഇപ്പൊ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലും നോമ്പിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആഴ്ചയിലെ പ്രവർത്തനങ്ങൾ ഉയർത്താണ്. عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم تعرض أعمال الناس في كل جمعة مرتين يوم الاثنين ويوم الخميس. എല്ലാ ആഴ്ചയിലും ജനങ്ങളുടെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയാണ്. അത് ആ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുറബു അഅമാലു യൗമിൽ ഇത്നൈനി വൽ ഖമീസ് വഅഹബ്ബു അൻ യുറല അമലി വഅന സായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. സത്യത്തില് ഇല്ലാത്ത നോമ്പ് ആളുകളെ നോൽപ്പിച്ചുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നു, ഈമാൻ കൊള്ളുന്നു. ഉള്ള നോമ്പ് നോൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ. പ്രിയപ്പെട്ടവരെ, നമ്മളും നഷ്ടക്കാരായി മാറും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ആവുന്നത്ര നന്മകൾ ചെയ്യുവാനും ഇബാദത്തുകൾ ചെയ്യാനും ഇങ്ങനെ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച ഞാൻ തന്നെ എന്റെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് തിങ്കളും വ്യാഴം അതുപോലെ നോമ്പുകളൊക്കെ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ റെഡിയാക്കി. നമ്മളൊന്ന് പറഞ്ഞാൽ മതി, നമ്മളൊന്ന് വിചാരിക്കാം. ഒന്ന് നേരത്തെ പലരും നോമ്പ് വെക്കുന്നുണ്ടാവും, പലരും കൃത്യമായി നോമ്പ് വെക്കുന്നുണ്ടാവും. പക്ഷെ ഇത് റമദാനിന് മുമ്പുള്ള ശഅബാനിൽ എത്തി നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ മഹാഭൂരിപക്ഷവും ബിദ്അത്തുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. നോൽക്കൂല, ഉറപ്പ് ഞങ്ങൾ ബിദ്അത്തില്ല. എന്നാ സുന്നത്തുണ്ടല്ലോ, അതെടുക്കണ്ടോ? അത് തിരക്കണ്ടേ? ആ തിരക്കിനിടെ എങ്ങനെപ്പോ അതെടുക്കാൻ കഴിയാ? എന്നാ നമ്മൾ മാറാം. ഇന്ന് നമ്മൾ തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങളേക്കോ, ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന തിങ്കൾ വ്യാഴ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പ് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എടുക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തനങ്ങളെ കൊണ്ട് നന്മകൾ നിറഞ്ഞ, നന്മകൾക്ക് മത്സരിക്കുന്ന, അങ്ങനെ മത്സരിച്ച അവസാനം പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്ന ഏറ്റവും നല്ല സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് നമുക്ക് ഒരു സംസ്കാരമുണ്ട്. അപ്പൊ പുറത്തുള്ള ഒരാള് അത് മുസ്ലിമാണ്, അത് മുസ്ലിമീങ്ങളാണ് എന്ന് പറയും. എന്തുകൊണ്ടാ? നമ്മുടെ വേഷത്തിലും സംസാരത്തിലും ഇടപാടിലും ഒരു പ്രത്യേകമായ സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴും അള്ളാഹും റസൂലും പറഞ്ഞതിനപ്പുറം പോരാ. പടച്ച തമ്പുരാന് കീയൊതുങ്ങി ലക്ഷ്യബോധമുള്ളവനായിട്ട് ജീവിക്കും ഒരു മുസ്ലിം. ആ മുസ്ലിമിന് ഈ സംസ്കാരത്തെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മൾ ആ സംസ്കാരത്തെ മെല്ലെ മെല്ലെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്.
ഇപ്പൊ നോക്കി, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, പ്രണയദിനം. നമ്മുടെ മക്കൾ, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കള്, ഈ ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്തിയെടുക്കേണ്ട നമ്മുടെ മക്കള് എന്തപ്പം ചെയ്യുന്നത്? ഇന്ന് സ്നേഹിക്കാൻ ഒരു ദിവസമാണ്. ഇന്നെന്തെയാണ്? പ്രണയിനിയെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുന്ന ദിവസമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരു പൂവ് കൈമാറും, അല്ല ഒരു പുസ്തകം കൈമാറും, അല്ലെങ്കിൽ സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ന് ഒരാൾ നിശ്ചയിക്കാം. അപ്പൊ ചെറു പ്രായത്തില് ഇതാണെങ്കിലോ, ഈ സംസ്കാരമാണെങ്കിലോ നമുക്കറിയാം. റോം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി വാലന്റൈൻസ് എന്ന് പറഞ്ഞ ബിഷപ്പ്, ഈ രാജാവ് എന്ത് ചെയ്തു? ആ നാട്ടില് കല്യാണത്തെ നിർത്തിയപ്പോ ഈ വാലന്റൈൻസ് എന്ന് പറഞ്ഞ ബിഷപ്പിന്റെ രഹസ്യമായിട്ട് ആളുകളെ കല്യാണം കഴിപ്പിച്ചു. ഇതറിഞ്ഞപ്പോ ഈ രാജാവ് ഈ വാലന്റൈൻസ് എന്ന് പറഞ്ഞ ബിഷപ്പിനെ കൊല്ലാൻ തീരുമാനിച്ചാണ്, ജയിലടച്ചാണ്. ആ ജയിലടച്ചപ്പോ ജയിൽ വാണന്റെ മകളെ ഈ ബിഷപ്പ് എന്ത് ചെയ്തു? സ്നേഹിച്ചു. അതൊക്കെ അറിഞ്ഞ് രോഷാകുലനായി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഈ വാലന്റൈൻസ് എന്ന ആള് എഴുതി വെച്ചാൽ തന്റെ കാമുകിക്ക് വേണ്ടി എഴുതി വെച്ച അയാളുടെ ഓർമ്മ പുതുക്കൽ ചരിത്രതാണ്. പക്ഷെ നമ്മുടെ മക്കൾ എന്താണ്? അതൊരാഘോഷാക്കി മാറ്റാൻ. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന മക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞെടുക്കണം, അത് നിന്റെ വ്യഭിചാരത്തിലേക്കുള്ള പോക്കാണ്. വ്യഭിചാരത്തിലേക്ക് ഇത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന ആളുകളോട് പറയണം, അത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമികമല്ല. പൊതുവേ ലജ്ജ കുറഞ്ഞു വരികയാണ്, ലജ്ജ കുറഞ്ഞു വരിക. അടുക്കളയിൽ നടക്കുന്നത് റീലാക്കുക. ആര്? മുസ്ലിം ഉമ്മത്ത്. അത് ഇന്നലെ ഒരു അന്ത്യചർച്ചയിൽ ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ലാത്തത് ചർച്ച ചെയ്യപ്പെടുക, പറയാൻ കഴിയില്ല. അത് രാത്രി ഉമ്മയും ഉപ്പയും കിടന്നുറങ്ങുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ എന്ത് ചെയ്യുമെന്നും പിന്നെ അതിൽ പങ്കെടുക്കണോ അല്ലെ അത് ആ രൂപത്തിലുള്ള ചർച്ച പോയിട്ട് ലജ്ജയില്ലാത്ത ചർച്ചയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുക, പുതിയ തലമുറയെ കൊണ്ടുപോവുക. ഇതാരാ? ഇത് ബ്ലോഗേഴ്സാണ്. ഈ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞ പുതിയ തലമുറയുടെ വലിയ പിന്നെ എന്താ പറയാ, അവര് അതിന് പിന്നെ അഡിക്റ്റ് ആയത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. ഈ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ ഇത് സംസാരിക്കുമ്പോൾ പുതിയ കുട്ടികൾ അതിനെ പറ്റിയ ചിന്ത, അതിലേക്കാണ് ഇതൊക്കെ ഈ സംസ്കാരങ്ങൾ എത്തിക്കുന്നത്. ലജ്ജയില്ലാത്ത ഈ മനുഷ്യ വർഗങ്ങളെ സൃഷ്ടിക്കണം. എന്നാൽ അവിടെ പറഞ്ഞു കൊടുക്കണം, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇസ്ലാം അനുവദിക്കുന്നത്. പ്രണയം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എപ്പോഴാ പ്രണയം? നീ ഒരാളെ കണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രണയിക്കണം. ഇസ്ലാം പ്രണയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. എന്താ പറഞ്ഞു? അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്താണ്. രണ്ടാളുകൾ, വ്യത്യസ്ത സ്ഥലത്തുള്ള രണ്ടാളുകൾ ഒരു ദിവസം അള്ളാഹുവിന്റെ കരാരപ്രകാരം യോജിച്ചു. അന്ന് മുതൽ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പ്രണയം, അത് ഫുൾ ടൈം ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് മരണം വരെ പ്രണയിക്കണം എന്നാ പറഞ്ഞു. ഇസ്ലാമിലെ പ്രണയം വിവാഹം കഴിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആ രൂപത്തിൽ തന്നെ അത് സൂചിപ്പിച്ചത്. അപ്പൊ അതിനെന്ത് ചെയ്യട്ടോ, ഇപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് മക്കൾ പോകുന്നു എന്നിടത്ത് പഠനത്തിലേക്ക് കാണുന്ന വെച്ചാല് ബാപ്പയെ സ്നേഹിക്കുന്ന മക്കൾ കാണില്ല. അങ്ങനെയുണ്ട്. ബാപ്പ ഒരു ദിവസം ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു പൂവ് വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കൊടുക്കുക ഇല്ല. വേണ്ട, ഒരു എന്താണോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ബാപ്പ വാങ്ങിക്കൊടുക്കുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. വേണം അവൾക്ക് സന്തോഷം സമ്മാനം കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക. അത് കാണും. അതാണ് യഥാർത്ഥ പ്രണയം എന്ന് മക്കൾ അറിയണം. അതല്ലാതെ ഏതോ ഒരുത്തിയെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ഞാൻ പോകുന്നത് വ്യഭിചാരത്തിലേക്കാണ് എന്ന് മാത്രമല്ല, എന്റെ ഈമാൻ നഷ്ടപ്പെടുകയാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ പ്രവാചകൻ എന്ന് പറയാനും ഒരു മുഅ്മിനാണെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല.
വ്യഭിചരിക്കുമ്പോ മുഅ്മിന് വ്യഭിചരിക്കാൻ കഴിയില്ല. അതുപോലെ മുഅ്മിനാണെങ്കിൽ കക്കാൻ കഴിയില്ല, മുഅ്മിനാണെങ്കിൽ കള്ള് കുടിക്കാൻ കഴിയില്ല. എന്നാൽ ഈ സമയത്ത്, വ്യഭിചാരത്തിന്റെ സമയത്ത് അബൂ ഹുറൈറ തന്നെയാ പറയുന്നത്, പ്രവാചകൻ നിങ്ങൾ കേട്ടു, ഇദാ സന റജുലു ഖറജ മിൻഹു അൽ-ഈമാൻ കാന അലൈഹി കവല്ലതി. അബൂ ഹുറൈറ പറയാണ്, പ്രവാചകൻ പറഞ്ഞു, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ ഇദാ സന റജുലു ഖറജ മിൻഹു അൽ-ഈമാൻ, ഈമാൻ അവനിൽ നിന്നും ഉയർത്തപ്പെടും. അപ്പോഴെങ്ങാൻ മരിച്ചാൽ നേരെ നരകത്തിൽ, ഈമാനില്ലാതെ മരിച്ചാൽ അത്രയും വൃത്തികെട്ട ഒരു ഏർപ്പാടാ. മാത്രമല്ല കാനാലഹി, അത് അവന്റെ മേൽ, ആ ഈമാൻ അവന്റെ മേൽ പോലെ ഉയർന്നു നിൽക്കുന്ന, അവിടെ ഒഴിവാക്കുന്ന, അങ്ങനെ പുറത്തു നിൽക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതുകൊണ്ട് ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ നോട്ടമായാൽ മതി, നമ്മുടെ ചിന്തയായാൽ മതി, ഒക്കെ വിചാരാണ്. അങ്ങനെ പോയി കഴിയുമ്പോ ആ ആളുകൾക്കുള്ള ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഞാനിങ്ങനെ കയറി പോകുമ്പോ ഒരു ഗുഹാമുഖത്ത് ഭയങ്കരമായ ശബ്ദം. അള്ളാന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു, അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾ നടക്ക്, മുന്നോട്ട് നടക്ക്. ആരാണ് ഇവരെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു, മുന്നോട്ട് നടക്ക്. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കാണ്, അമ്മർ റജുലു വൻ നിസാഉ അൽ ഖുറാത്തുൽ ലദീന ഫീ മിസ്രി ബിനാഉ തന്നൂരി, ആ അടുപ്പ് പോലെയുള്ള ബിൽഡിങ്ങിനുള്ളിൽ കിടക്കുന്ന ആ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറഞ്ഞ ആളുകൾ, ഫഇന്നഹും അസ്സുനാത് വസ്സവാനി, വ്യഭിചരിച്ച ആണുങ്ങളും വ്യഭിചാരിണികളായ സ്ത്രീകളുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമേൽ ചെയ്യാൻ പ്രവാചകൻ പറഞ്ഞത് അതിന്റെ അടിഭാഗത്ത് അവരുടെ താഴ്ഭാഗത്ത് ഇങ്ങനെ തീയിങ്ങനെ കത്തുന്ന സന്ദർഭത്തിൽ ആ തീയിന് തിളച്ചു മറിയുമ്പോ ഇവർ ഒച്ചത്താക്കുന്ന ആ ഒച്ചയാണ് പ്രവാചകൻ കേട്ടത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ തീക്കട്ട നമ്മൾ വാങ്ങുന്നത്? നമുക്ക് സുന്ദരമായി ജീവിക്കാൻ, പ്രണയത്തോടുകൂടി ജീവിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഭാഗത്തെത്തി കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ നിങ്ങൾ ഏറ്റെടുക്കാനുള്ള എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വിവാഹം ചെയ്യണം. അങ്ങനെ വിവാഹം ചെയ്തുകൊണ്ട് പ്രണയത്തോടുകൂടി ജീവിക്കുവാൻ, അതുപോലെ വറഹ്മത്തൻ, കാരുണ്യത്തോടുകൂടി ജീവിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ആ തരത്തിലേക്ക് നമ്മളെ കുട്ടികളെയും യുവാക്കളെയും വളർത്തിക്കൊണ്ടുവരാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റം അല്ലാഹു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും എല്ലാത്തരം തിന്മകളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ കണ്ണുകളും വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാത്തരം തിന്മകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്കെല്ലാം നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ, മാരകമായ രോഗത്തിന് വിധേയരായി കിടക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകൾ, റഹ്മാനായ നാഥ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവിധങ്ങളായ ജോലിയിൽ ഏർപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ, ഏർപ്പാടുകളിൽ അല്ലാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖൈറിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പരലോകത്ത് അല്ലാഹുവേ, ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറുകൂട്ടരെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള ആളുകളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വയാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا
للمتقين إماما وجعلنا للمتقين إماما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.